ഇവിടുത്തെ സ്റ്റുഡൻ്റാണ്. പിന്നെ ബാലഭാസ്കർ ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ശ്രീനി ഓൾസോ. പക്ഷേ ആക്ച്വലി സുരേഷ് ഏട്ടനാണ് വരാനിരുന്നത്. അദ്ദേഹത്തിന് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അവർ എന്നെയാണ് വിളിച്ചത്. പക്ഷേ ഞാൻ സുരേഷ് ഏട്ടൻ എപ്പോഴും മോഡൽ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി ആയിരം നാവെന്ന് ഞാൻ പറഞ്ഞില്ല, അതുപോലെയാണ്. അപ്പോൾ ഇവിടെ സ്കൂളിനെ കാണണമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് അതിനൊരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വരാത്തതുകൊണ്ട് എനിക്ക് ഇവിടെ വരാൻ പറ്റി. നല്ലൊരു ഗുഡ് വൈബ്രേഷനാണ്, വളരെ സന്തോഷമാണ്. ഒരുപാട് പേര് സിനിമയിൽ തന്നെ 70-76 പേരിന് കൂടുതലുണ്ട്. പിന്നെ അല്ലാതെയും വേറെ മേഖലകളിലും ഒരുപാട് പേരുണ്ട്. ഞാനിപ്പോൾ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പറയും, പ്രിൻസിപ്പൽ എന്നെ ഇവിടുത്തെ മോഡൽ സ്കൂളിൻ്റെ മരുമകളിൽ നിന്ന് വരെ എന്നെ അഡ്രസ്സ് ചെയ്തു. സോ ഐ എം സോ ഹാപ്പി. ഞാൻ ചോദിച്ചു, ഇത് വാസ്തുപ്രകാരം ഭയങ്കര വളരെ നല്ല സ്ഥലത്താണ് ഈ സ്കൂൾ ഇരിക്കുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇത്രയും സക്സസ് ആണോ എന്ന് ചോദിക്കുകയായിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തരുമായിരുന്നു. മാത്രമല്ല, എനിക്ക് 2 പെൺകുട്ടികളായി. ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്കൂളിലേക്ക് ചേർത്തേനെ. അത്രയ്ക്കൊരു വൈബ്രേഷൻ എൻ്റെ സ്കൂളിൽ പോയാൽ പോലും എനിക്ക് ഇത്രയും തോന്നില്ല. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ. താങ്ക് യു. സുരേഷ് ഏട്ടൻ സ്കൂളിനെ കുറിച്ചൊക്കെ പറയും. ആരെ ചോദിച്ചാലും ഇത് എൻ്റെ മോഡൽ സ്കൂളാണ്. ഗോപാലകൃഷ്ണൻ ഇവരെല്ലാവരും ഇവിടെ നിന്നാണല്ലോ. അപ്പോൾ ഇങ്ങനെ പറയും, എല്ലാം പറയും. പക്ഷേ ഞാൻ അപ്പോഴൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് സ്കൂളിൽ വരണം. പക്ഷേ അതിനുള്ളൊരു അവസരം ഒന്നും വന്നിട്ടില്ല. ഇവരെല്ലാവരും ഒത്തുചേരൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും നമുക്കൊന്നും ഒന്നും ചേരാനൊന്നും പറ്റിയില്ല. വെറും സ്റ്റുഡൻസ് മാത്രമായിരുന്നു. ലാലേട്ടൻ എല്ലാവരും കൂടെ ഒരുമിച്ച് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ഇങ്ങോട്ട് വരാനുള്ളൊരു ഇതില്ല. ഇതുവഴി പാസ് ചെയ്യുമ്പോൾ പറയും, ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ. പക്ഷേ ഇതിനകത്ത് ഞാൻ വിചാരിച്ചു ആൺകുട്ടികളല്ലേ ഉള്ളൂ, നമുക്ക് വരാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും ലേഡീസ് ആണെന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഇന്നിപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനൊരു അവസരം ഉണ്ട്. പക്ഷേ ഇത് തന്നെ എനിക്ക് കിട്ടിയതാണ്. അത് റിയലി വെരി ഹാപ്പി. സുരേഷ് ഏട്ടൻ ഇവിടെ വരാത്തത് കൊണ്ട് ഞാൻ സുരേഷ് ഏട്ടന് പ്രത്യേകം നന്ദി പറയാം. സുരേഷ് ഈസ് ഇൻ കൊച്ചി, ഒരു അസോസിയേഷൻ്റെ മീറ്റിംഗ് ആണ്, വരാൻ പറ്റൂല. അതുകൊണ്ടാണ് ക്യാൻസലായി, വീണ്ടും അങ്ങ് ഫിക്സ് ചെയ്തതാണ്, വരാൻ പറ്റില്ല. താങ്ക് യു.